തെരുവിൽ കലാപം നടത്താതെ ഹിന്ദുവിന് നീതി കിട്ടുകയില്ല. തെരുവിൽ കലാപം നടത്താൻ തയ്യാറുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടും. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളെ ഇയാൾ എങ്ങോട്ടാണ് ക്ഷണിക്കുന്നത്, എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം ഇയാൾക്കൊക്കെ എന്തിനാണ് മറുപടി പറയുന്നതെന്ന്. അത് ഞാൻ അവസാനം പറയാം. ഇയാൾ പറഞ്ഞു വെച്ചത്, ഈ പടുകിളവൻ പറഞ്ഞു വെച്ചത് നിസ്സാര കാര്യമാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ അവർക്ക് നീതി ലഭിക്കണമെങ്കിൽ അവർ തെരുവിലിറങ്ങണം. അവർ അസ്വസ്ഥരാണ്, അവർക്ക് സ്വസ്ഥത ലഭിക്കണമെങ്കിൽ തെരുവിലിറങ്ങി ആയുധമെടുക്കണം, അപരനെ കാണണം. അപരനെന്ന് പറഞ്ഞാൽ മുസ്ലിം സഹോദരങ്ങൾ, ക്രൈസ്തവ സഹോദരങ്ങളെയും വേണമെങ്കിൽ ഉൾപ്പെടുത്താം. അവരുടെ രക്തമൊഴുക്കണം. എന്നിട്ട് ഈ തെരുവോരങ്ങൾ കലാപകലുഷിതമാക്കി മാറ്റിയാലേ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് നീതി ലഭിക്കൂ, അവർ സ്വസ്ഥരാകൂ എന്നാണ് ഈ പടുകിളവൻ പറഞ്ഞു വെക്കുന്നത്. ഈ വീഡിയോ കാണുന്ന നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ അങ്ങനെയാണോ? ഞങ്ങൾ വായിച്ച ഹൈന്ദവ മതം, ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഹൈന്ദവ സഹോദരങ്ങൾ ഒരിക്കലും അങ്ങനെയല്ല എന്നാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. ഇത് വെറുമാക്കല്ല ഈ പറയുന്നത്, വെറുമാക്കല്ല. ഒന്ന് കണ്ടു നോക്കേ. എന്തിനാണ് ഈ മക്കൾ തേങ്ങി കരയുന്നതെന്നറിയോ? കേറിക്കിടക്കാൻ കൂരയില്ലാത്തതിന്റെ പേരിലോ, അസുഖം വന്നതിന്റെ പേരിലോ, സാമ്പത്തിക നഷ്ടമുണ്ടായതിന്റെ പേരിലോ അല്ല. അതിനേക്കാൾ അപ്പുറം അവരുടെ ജീവിതത്തിൽ തീരാൻ നഷ്ടമായിട്ട് വന്നത് പ്രിയപ്പെട്ട പിതാവിന്റെ വേർപാടാണ്. ആ വേർപാട് ഓർത്തുകൊണ്ടാണ് ഈ പ്രിയപ്പെട്ട മക്കൾ അലമുറയിട്ട് കരയുന്നത്. രാജേഷ് എന്ന പ്രിയപ്പെട്ട സഹോദരൻ എങ്ങനെയാണ് മരണത്തിലേക്ക് പോയതെന്നറിയോ? ഇതുപോലെ വർഗീയ വിഷം തുപ്പുന്ന ഈ പടുകിളവനടക്കമുള്ള മുഴുവൻ ആളുകളും അറിയാൻ വേണ്ടി പറയുകയാണ്. കണ്ണൂർ ജില്ലയിലെ മീൻതുള്ളിത്തുരുത്തിൽ പ്രളയച്ചുഴിയിൽപ്പെട്ട് മരണം മുഖാമുഖം കണ്ടു കിടക്കുന്ന ബെന്നി എന്ന സഹോദരൻ. ആ ബെന്നി എന്ന സഹോദരനെ രാജേഷ് കാണുമ്പോൾ ഒന്നേ ചിന്തിച്ചോളൂ. അവിടെ മതമല്ല ചിന്തിച്ചത്, നിറമല്ല, വർഗമല്ല, ജാതിയല്ല ചിന്തിച്ചത്. അപരനെന്ന മനുഷ്യനെയും ചിന്തിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന ഒരൊറ്റ കാര്യം ചിന്തിച്ചുകൊണ്ട് രാജേഷ് എന്ന പ്രിയപ്പെട്ട സഹോദരൻ ആ പ്രളയച്ചുഴിയിലേക്ക് എടുത്ത് ചാടി. എന്നിട്ട് ധരിച്ചിരുന്ന ലൈഫ് ജാക്കറ്റ് ബെന്നി എന്ന സഹോദരൻ ധരിപ്പിച്ചു, അയാളെ രക്ഷപ്പെടുത്തി. തിരിച്ച് രാജേഷ് എന്ന സഹോദരൻ, പ്രിയപ്പെട്ട സഹോദരൻ, തിരിച്ച് കരയിലേക്ക് നീന്തി തിരിച്ചു വരുന്നതിനിടയിൽ ഈ പ്രിയപ്പെട്ട സഹോദരൻ മരണത്തിലേക്ക് പോവുകയായിരുന്നു. ആലോചിച്ചു നോക്കണം. രാജേഷ് അന്നേ ചിന്തിച്ചോളൂ, അപരന്റെ ജീവൻ സ്വന്തം ജീവനെ പോലെ കണ്ടു. അവന്റെ സങ്കടം സ്വന്തം സങ്കടമായി കണ്ടു. അത് തന്നെയല്ലേ നമുക്ക് പരിചയമുള്ള ഹൈന്ദവ സഹോദരങ്ങൾ. പ്രിയമപരന്റെ അതൻ പ്രിയം എന്ന ആ മഹത്തായ വചനം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ, നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ഹൈന്ദവ സഹോദരങ്ങൾ. അപരന്റെ പ്രിയവും സ്വന്തം പ്രിയം, അപരന്റെ സങ്കടം സ്വന്തം സങ്കടം, അപരന്റെ ജീവൻ സ്വന്തം ജീവന് തുല്യമായി കാണുന്ന പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾക്ക് നീതി ലഭിക്കണമെങ്കിൽ അവർക്ക് അപരന്റെ രക്തമൊഴുക്കണമെന്നോ? ഞങ്ങൾക്ക് പരിചയമുള്ള ഹൈന്ദവ സഹോദരങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ടേ നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ നിങ്ങൾ എന്തിനാണ് ഇവർക്കൊക്കെ മറുപടി പറയുന്നത് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. അതിനുള്ള ഒരു മറുപടിയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള ഹൈന്ദവ സഹോദരങ്ങൾ നമ്മുടെ പരിചയത്തിലുണ്ടാവുമ്പോൾ, ചുറ്റുവട്ടത്തിലുണ്ടാവുമ്പോൾ, സത്യം പറഞ്ഞാൽ ഇതുപോലെ വർഗീയത തുപ്പുന്ന ഈ പടുകിളവനടക്കമുള്ളവരെ കാലെ പിടിച്ച് ചുറ്റി താഴെ അടിക്കാനാണ് തോന്നുന്നത്.